പൗരത്വ നിയമ ഭേദഗതിയിലെ കോൺഗ്രസ് നിലപാടിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. കോൺഗ്രസിനെതിരായ വിമർശനം തുടരുമ്പോൾ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി എ.കെ. ആന്റണിയും രംഗത്തെത്തി. പ്രകടന പത്രിക ഉയർത്തിക്കാട്ടി പൗരത്വ നിയമ ഭേദഗതി ബില്ലിൽ കോൺഗ്രസ് മലക്കം മറിച്ചിൽ തുടരുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ ആക്ഷേപം. ഭരണഘടനാ സംരക്ഷണത്തിനു പോലും കോൺഗ്രസിന് സമയമില്ലെന്നാണ് മുഖ്യമന്ത്രി ആരോപിക്കുന്നത്. കോൺഗ്രസ് പ്രകടന പത്രികയിലെ ന്യൂനപക്ഷ സംരക്ഷണത്തെ ചൊല്ലി പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള വെല്ലുവിളിയും തുടരുന്ന വേളയിലാണ് കോൺഗ്രസിന്റെ ആദർശമുഖം കൂടിയായ എ.കെ. ആന്റണി മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി എത്തിയത്. മുഖ്യമന്ത്രിയുടെ പേര് എടുത്തുപറഞ്ഞു വിമർശിക്കാനും എ.കെ. ആന്റണി തയ്യാറായി. ഭരണഘടന തയ്യാറാക്കുന്നതിൽ മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കോ ഒരു പങ്കുമില്ല എന്നായിരുന്നു എ.കെ. ആന്റണിയുടെ വിമർശനം. ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് CPIM എന്നും ആന്റണി വിമർശിച്ചു. ഈ ഭരണഘടനയ്ക്ക് ആർക്കെങ്കിലും അവകാശപ്പെടാൻ കഴിയുമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഡോക്ടർ അംബേദ്കർക്കും മാത്രമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയ, അങ്ങയുടെ പാർട്ടിക്ക് ഇന്ത്യയുടെ ഈ പാവനമായ ഭരണഘടന ഉണ്ടാക്കിയതിൽ യാതൊരു പങ്കുമില്ല, ഒരു പങ്കുമില്ല. നിങ്ങൾ കോൺഗ്രസിനെ ആക്ഷേപിക്കാനുള്ള യാതൊരു അവകാശവുമില്ല. ഭരണഘടനയെ ലംഘിച്ചുണ്ടാക്കിയ നിയമങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ എടുത്തുകളയുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പ്രചാരണത്തിന്റെ ചൂട് കയറുന്ന വേളയിൽ ഭരണഘടന, ന്യൂനപക്ഷ സംരക്ഷണം എന്നിവയിൽ ഊന്നി വോട്ടുറപ്പാക്കാൻ തന്നെയാണ് CPIM നീക്കമെന്ന് വ്യക്തം. അതേസമയം രൂപതകളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണത്തിന്റെ പേരിൽ നടക്കുന്ന കേരള സ്റ്റോറിയുടെ പ്രദർശനവും ചർച്ചയാകുന്നുണ്ട്. കോൺഗ്രസും CPIM-ഉം കേരള സ്റ്റോറി സിനിമയുടെ പ്രദർശനത്തിന്റെ പേരിൽ BJP-യെയും RSS-നെയും കണക്കിന് വിമർശിക്കാൻ മുതിരുമ്പോഴും രൂപതകളുടെ കാര്യത്തിൽ മൃദു സമീപനം തുടരുകയാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനത്തിൽ കാസർകോട്ടെ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന് കാരണം കാണിക്കൽ നോട്ടീസ്. 2 ദിവസത്തിനുള്ളിൽ മറുപടി നൽകിയില്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് നോഡൽ ഓഫീസർ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി